ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ ഭാഗം 2. ചില കാര്യങ്ങളിൽ കുട്ടികളെപ്പോലെ ചിന്തിക്കുകയും പെരുമാറുകയുമാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാമെന്നാണ് റോബിൻ ശർമ്മ പറയുന്നത്. 13ാമത്തെ സന്ദേശം നമുക്ക് കുട്ടികളെ പോലെ തോന്നാം. ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് തൻ്റെ വാദമുഖങ്ങൾ റോബിൻ ശർമ്മ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ ഞാനും 4 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മകൻ കോൾബിയും ഉച്ചഭക്ഷണത്തിനായി ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ ചെന്നു. എൻ്റെ മകൻ പതിവ് പോലെ നിറഞ്ഞ പ്രസരിപ്പിലും ആഹ്ലാദത്തിലുമായിരുന്നു. ഞങ്ങൾ ഇരുവർക്കും ഇഷ്ടം പിസയായിരുന്നു. വ്യത്യസ്ത ചേരുവകളും രുചികളുമുള്ള വിവിധ ഇനം പിസയ്ക്ക് പേരുകേട്ട ഒരു ഹോട്ടലായിരുന്നു അത്. സപ്ലയർ നൽകിയ കാർഡിൽ നിന്നും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിസ തന്നെ തിരഞ്ഞെടുത്ത് ഓർഡർ നൽകിയതനുസരിച്ച് സപ്ലയർ കൊണ്ടുവന്ന പുതുതായി ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ രുചിയോടെ കഴിച്ചു തുടങ്ങി. കോൾബി പിസ ഭക്ഷിക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. മുതിർന്നവർ ചെയ്യുന്നത് പോലെ ബ്രെഡ് മുഴുവനായും തിന്നുന്നതിന് പകരം കോൾബി വ്യത്യസ്തവും വളരെ സർഗാത്മകവുമായ ഒരു സമീപനം സ്വീകരിച്ചു. അവൻ ബ്രെഡിന്റെ ഇളം ചൂടുള്ള മൃദുവായ ഭാഗം അടർത്തിയെടുക്കാൻ തുടങ്ങുകയും പുറമേയുള്ള മുരിഞ്ഞ കട്ടിയുള്ള ഭാഗം കേടാക്കാതെ വയ്ക്കുകയും ചെയ്തു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവന് ബ്രെഡിന്റെ ഏറ്റവും മികച്ച ഭാഗത്ത് ശ്രദ്ധ വയ്ക്കാനും ബാക്കി ഭാഗം ഉപേക്ഷിക്കാനുമുള്ള ബുദ്ധിയുണ്ടായിരുന്നു. നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായി മുതിർന്നവരെക്കാൾ വികസിതരായി കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുവെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മ വന്നു. നമ്മൾ അകത്തുള്ള നല്ല കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ജീവിതത്തിന്റെ പുറമേയുള്ള കട്ടിയുള്ള ഭാഗത്ത് ശ്രദ്ധ വെച്ച് വളരെയധികം സമയം പാഴാക്കുന്നുവെന്ന് ആ മനോഹരമായ ദിവസത്തിൽ എൻ്റെ 4 വയസ്സുകാരനായ മകൻ എന്നെ ഓർമ്മിപ്പിച്ചു. നമ്മൾ നമ്മുടെ ജോലിയിലെ വെല്ലുവിളികളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മൾ അടയ്ക്കേണ്ടുന്ന ബില്ലുകളുടെയും ലോണുകളുടെയും ചിന്തകളിൽ മുഴുകി നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സമയക്കുറവിൽ ശ്രദ്ധ വയ്ക്കുന്നു. എന്നാൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ലോകം രൂപപ്പെടുത്തുകയും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരികയും ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലാണോ അത് നമ്മുടെ വിധി നിശ്ചയിക്കുന്നു. അതിനാൽ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാൻ തുടങ്ങണം. കുട്ടികളുമായി വല്ലപ്പോഴുമെങ്കിലും സമയം ചെലവഴിക്കുക. അപ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായി കഴിയും. കുട്ടികളുടെ പോസിറ്റീവായ ഗുണങ്ങൾ പഠിക്കാൻ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ചുറ്റും എന്തു തന്നെ നടന്നാലും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിപൂർണമായും ആ നിമിഷത്തിൽ പ്രസരിപ്പോടെയും ഭാവനാത്മകമായും നിൽക്കാനുള്ള അവരുടെ കഴിവിനെ മാതൃകയാക്കുകയും ചെയ്യുക. ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നസീർ ഖാൻ സാഹിബ്, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. അറിയപ്പെടുന്ന കോർപ്പറേറ്റ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമാണ്. ട്രെയിനിംഗ് നടത്താൻ താൽപ്പര്യമുള്ള വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 7907536093 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. പ്രതിഭയിൽ 99% പ്രചോദനമാണ് എന്നാണ് 14ാമതായി റോബിൻ ശർമ്മ പറയുന്നത്. നമുക്ക് എത്ര പ്രതിഭയുണ്ടെങ്കിലും പ്രചോദനമില്ലാതെ പ്രതിഭ പുഷ്ടി പ്രാപിക്കില്ല എന്നും പ്രതിഭ അതിന്റെ പൂർണ്ണ നിലയിൽ വളരണമെങ്കിൽ നമുക്ക് പ്രചോദനം നൽകാൻ കഴിവുള്ള ആളുകളുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും അദ്ദേഹം പറയുന്നു. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന പഴഞ്ചൊല്ല് ഇവിടെ സ്മരണീയമാണ്. നാം നിരന്തരം സമ്പർക്കം പുലർത്തുന്ന 5 പേരുടെ ആവറേജ് ആയിരിക്കും നമ്മളെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. ആരോഗ്യം സംരക്ഷിക്കാനാണ് 15ാമത്തെ സന്ദേശം പറയുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. അതിനാൽ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. പലരും തിരക്കിനിടയിൽ, സമ്പാദിക്കുന്നതിനിടയിൽ, വളർച്ചയ്ക്കിടയിൽ ലക്ഷ്യം നേടാനുള്ള പരക്കം പാച്ചിലിൽ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് മറന്നു പോകുന്നു. ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം, 6 മണിക്കൂറെങ്കിലും ഉറക്കം തുടങ്ങിയവ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എന്നും രാവിലെ ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും നടക്കുക. സൂര്യപ്രകാശം കൊള്ളുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന വ്യായാമങ്ങളിൽ ഏർപ്പെടുക. ഫുട്ബോൾ, വോളിബോൾ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളികൾ കളിക്കുന്നത് മൂലം നിങ്ങൾക്ക് സന്തോഷവും ആരോഗ്യവും ഒരുമിച്ച് ലഭിക്കും. വല്ലപ്പോഴുമെങ്കിലും നിശബ്ദനായി ഏകാന്തതയെ പ്രണയിച്ച് ജീവിത വിജയം നേടൂ എന്നാണ് റോബിൻ ശർമ്മ നമ്മളെ പഠിപ്പിക്കുന്ന 16ാമത്തെ പാഠം. പഠനങ്ങൾ പറയുന്നു ഏകാന്തത മനുഷ്യനെ ക്രിയേറ്റീവ് ആക്കുമെന്ന്. ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് വായിക്കുകയോ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുകയോ ചെയ്യാനായിരിക്കും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുക. ചിന്തിക്കാനും പുതിയ ആശയങ്ങൾ വളർത്തിയെടുക്കാനും ഏകാന്തതയിൽ സാധിക്കുമെന്ന് അവർ തെളിയിക്കും. ശരിക്കും ഏകാന്തത ഒരു പവറാണ്.
ഈ പവറുള്ള വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാനും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും സാധിക്കൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമെന്ന്. ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ലവറായിട്ടോ ഒക്കെ കറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് പലരും. എന്നാൽ ഞെട്ടിക്കുന്ന സത്യം, തനിച്ചിരിക്കുന്ന ഒരാളിൽ പല കഴിവുകളും വളരുന്നുവെന്നതാണ്. ഇവരിൽ നല്ല ചിന്തകളുണ്ടാകും. അവർ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലായിരിക്കുകയും ചെയ്യും. നിങ്ങൾ തനിച്ച് ഒരു 15 മിനിറ്റ് നിശബ്ദനായി ഏകാന്തതയിൽ ഇരുന്ന് നോക്കൂ. ആ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യും. എന്താണ് തന്നിലെ വീക്ക്നെസ് എങ്ങനെ സ്ട്രെങ്ത് ആക്കി മാറ്റാം? എന്താണ് തന്നിലെ സ്ട്രെങ്ത്? എങ്ങനെ എന്റെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് എന്റെ സ്ട്രെങ്ത് ഉപയോഗിക്കാം? ഇവയൊക്കെ ഒന്ന് വിലയിരുത്തും. നിങ്ങൾ അയൽക്കാരനോ സുഹൃത്തോ ആക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു പട്ടിക തയ്യാറാക്കാനാണ് 17ാമതായി എഴുത്തുകാരൻ നൽകുന്ന ഉപദേശം. ഈ പട്ടികയിൽ പറയുന്ന സവിശേഷ സ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി മാറും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളുടെ സുഹൃത്തുക്കളായി, അയൽക്കാരായി വരും. രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ശീലമാക്കുക എന്നതാണ് 18ാമത്തെ സന്ദേശം. പ്രതിസന്ധികളെ അവസരങ്ങളാക്കുക എന്നതാണ് 19ാമത്തെ ഉപദേശം. 20ാമത്തെ ഉപദേശമായി അദ്ദേഹം പറയുന്നത് ചിരിക്കാൻ പഠിക്കുക എന്നതാണ്. ചിരി നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ആരോഗ്യത്തെയും സന്തോഷത്തെയും വർദ്ധിപ്പിക്കുന്നു. വാച്ചില്ലാതെ ഒരു ദിവസം ജീവിക്കുക എന്ന വളരെ പുതുമയുള്ള ഒരു ഉപദേശമാണ് അദ്ദേഹം 21ാമതായി നൽകുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ശരത്കാലത്ത് നിരവധി വർഷങ്ങളായി ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു. എന്റെ വാച്ച് വീട്ടിൽ ഉപേക്ഷിക്കുകയും വാച്ച് നോക്കാതെ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കുകയും ചെയ്തു. ഘടികാരത്തിന്റെ ചലനങ്ങൾക്കനുസരിച്ച് സർവ്വകാര്യങ്ങളും ആസൂത്രണം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ ഞാൻ ആ ദിവസത്തെ ഓരോ നിമിഷങ്ങളിലും ജീവിക്കുകയും ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുകയും ചെയ്തു. ഞാനൊരു യഥാർത്ഥ മനുഷ്യജീവിയായി. അതിരാവിലെ ഞാൻ വനത്തിലൂടെ നടക്കാൻ പോയി. ഞാൻ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണത്. സാമൂഹ്യ ദാർശനികനായ ഹെൻറി ഡേവിഡ് തോറോയുടെ വാൾഡൻ എന്ന പുസ്തകം ഞാൻ എടുത്തിരുന്നു. ഇരുന്ന് വായിക്കുന്നതിന് ഒരു മനോഹരമായ സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞ് ഏറ്റവും നല്ല സമയവും ഏറ്റവും നല്ല സംഭവവും തമ്മിൽ ഒത്തുവരുന്ന ആ മനോഹരമായ ആകസ്മികതയുടെ നിമിഷങ്ങളിലൊന്ന് ഞാൻ അനുഭവിച്ചു. ആ പുസ്തകം അലക്ഷ്യമായി തുറക്കുകയും താഴെ പറയുന്ന ഖണ്ഡികയിൽ കണ്ണു പതിക്കുകയും ചെയ്തു. അവധാനപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ജീവിതത്തിന്റെ കാതലായ ഭാഗത്തെ മാത്രം അഭിമുഖീകരിക്കുന്നതിന് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമോ എന്നറിയാനും മരണമെത്തുമ്പോൾ ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് കണ്ടെത്താതിരിക്കുന്നതിനു വേണ്ടി ഞാൻ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പോയി. എന്താണോ ജീവിതമല്ലാത്തത് അത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ജീവിക്കുക എന്നത് അത്രയ്ക്ക് പ്രിയമേറിയതാണ്. തീർത്തും അനിവാര്യമില്ലാത്തിടത്തോളം നിസ്സംഗതയുടെ മാർഗം സ്വീകരിക്കാനും ഞാൻ ആഗ്രഹിച്ചില്ല. അഗാധമായി ജീവിക്കാനും അത്യന്തം കരുത്തോടും സംയമനത്തോടും കൂടി ജീവിച്ച് ജീവിതമല്ലാത്ത എല്ലാത്തിനെയും ആട്ടിയോടിക്കാനും ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഈ മഹാനായ മനുഷ്യന്റെ വാക്കുകൾ മനനം ചെയ്യുകയും എനിക്ക് ചുറ്റുമുള്ള കാഴ്ചയുടെ മാസ്മരിക സൗന്ദര്യത്തിൽ മുഴുകുകയും ചെയ്തു. ആ ദിവസത്തിന്റെ കുറേ സമയം ഒരു പുസ്തകക്കടയിൽ ചെലവഴിച്ചു. കുടുംബത്തോടൊപ്പം വീടിന്റെ നടുമുറ്റത്ത് വളരെയേറെ സമയം സംസാരിച്ചിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ടു. ഇതൊന്നും സങ്കീർണമല്ല, പണച്ചെലവുള്ളതല്ല, എന്നാൽ വളരെ സന്തോഷകരവും രസകരവുമായിരുന്നു. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം. ഇങ്ങനെ റിസ്ക് എടുത്താൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ എന്നാണ് 22ാമത്തെ സന്ദേശമായി എഴുത്തുകാരൻ പറയുന്നത്. ഓരോ നിമിഷവും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്നാണ് 23ാമത്തെ സന്ദേശം. തൊഴിൽ രംഗത്തെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചലച്ചിത്ര താരം കെവിൻ കോസ്റ്റ്നർ പ്രതികരിച്ചത് ഉദാഹരണമായി റോബിൻ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ എന്റെ ജീവിതം ജീവിക്കുകയാണ്. കെവിൻ നൽകിയ ഈ മറുപടി അഗാധമായ അർത്ഥമുള്ളവയാണ്. ജീവിതത്തിലെ സംഭവങ്ങളും അനുഭവങ്ങളും നല്ലതാണോ ചീത്തയാണോ എന്ന് വിധിക്കുന്നതിനായി തന്റെ ദിവസങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ അദ്ദേഹം ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയും അവ എന്താണോ അതായി തന്നെ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നമ്മളെല്ലാവരും നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് വ്യത്യസ്തമായ പാതകളിലൂടെ സഞ്ചരിക്കുന്നു. ചിലർക്ക് പാത മറ്റുള്ളവരുടേതിനേക്കാൾ കഠിനമായിരിക്കും. പക്ഷെ ഒരാളും ഏതെങ്കിലും തരത്തിലുള്ള വിപത്തുകൾ നേരിടാതെ അവസാനത്തിലെത്തുന്നില്ല. അപ്പോൾ അതിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് അതിനെ ജീവിതപാതയായി സ്വീകരിച്ചുകൂടാ? എന്തുകൊണ്ട് അനന്തരഫലത്തിൽ നിന്നും സ്വയം വേറിട്ട് നിൽക്കുകയും ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഓരോ സാഹചര്യത്തെയും പൂർണ്ണമായും അനുഭവിക്കുകയും ചെയ്തുകൂടാ? വേദന അനുഭവിക്കുകയും സന്തോഷം നുകരുകയും ചെയ്യുക. നിങ്ങൾ ഒരിക്കലും താഴ്വരകൾ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ മലമുകളിൽ നിന്നുള്ള കാഴ്ച സന്തോഷകരമായി തോന്നണമെന്നില്ല. സിനിമ കാണാനും സിനിമ ആസ്വദിക്കാനും അവയിൽ നിന്നും പഠിക്കാനുമാണ് റോബിൻ ശർമ്മ 24ാമതായി നൽകുന്ന ഉപദേശം. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന മാധ്യമമാണ് സിനിമ. ചിന്തിപ്പിക്കുകയും ജീവിതത്തിന്റെ എണ്ണമറ്റ സാധ്യതകളെ കാട്ടിത്തരികയും ചെയ്യുന്നതാണ് ഒരു നല്ല സിനിമ.
നമ്മുടെ കാഴ്ചപ്പാടിനെ പുനർനിർമ്മിക്കാൻ നല്ലൊരു സിനിമയ്ക്ക് സാധിക്കും. ഒരേ സമയം സന്തോഷവും വിനോദവും വിജ്ഞാനവും പകരുന്ന നല്ല സിനിമകൾ കാണുക, ടെൻഷൻ അകറ്റുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. ജീവിതത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് 25ാമതായി എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നേരായ മാർഗത്തിൽ ധനം സമ്പാദിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശർമ്മ വാചാലനാകുന്നു. നിങ്ങളുടെ സമ്പത്തിനെ സ്വാഗതം ചെയ്യുക എന്നതാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം. പണം സമ്പാദിക്കണമെങ്കിൽ നാം അതിനുവേണ്ടി അധ്വാനിക്കണം. എല്ലാവർക്കും ദൈവം പ്രത്യേകമായ ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഈ കഴിവുകൾ ഉപയോഗിച്ച് ധനം സമ്പാദിക്കാം. ഈ കഴിവുകളെ സ്കിൽസ് എന്നും പറയാം. നമുക്കുള്ള സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യണം. അതിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. അനുദിനമുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് മാറാൻ നാം തയ്യാറാകണം. മാറാൻ തയ്യാറാകാത്തവർ ഔട്ട്ഡേറ്റ് ആയി പോകും. ശ്രേഷ്ഠതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് 26ാമതായി നമ്മളോട് അദ്ദേഹം പറയുന്നത്. വളരെയധികം അർത്ഥതലമുള്ള ഒരു ഉപദേശമാണിത്. ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചിന്തിക്കുക, ശ്രേഷ്ഠമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, ശ്രേഷ്ഠരായ ആളുകളോടൊത്ത് ജീവിക്കുക. ഇതാണ് ശ്രേഷ്ഠതയിൽ ജീവിക്കാൻ ചെയ്യേണ്ടത്. കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായ ഒന്നായി തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ശ്രേഷ്ഠതയില്ലാത്ത ആളുകളുമായി നാം സഹകരിക്കേണ്ടി വരില്ലേ? ശരിയാണ്, പലപ്പോഴും സമൂഹത്തിൽ എല്ലാത്തരം ആളുകളുമായി ഇടപെടൽ വേണ്ടിവരും. പക്ഷേ നാം ശ്രേഷ്ഠത പിന്തുടരാൻ തീരുമാനിച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മാറും. നമ്മോട് സഹകരിക്കുന്നവർക്ക് എല്ലാം നമ്മുടെ ആകർഷണം മൂലം ചെറിയ പരിവർത്തനമെങ്കിലും സംഭവിക്കാം. നാം എന്താണോ തേടുന്നത് അത് നമ്മയും തേടുന്നു എന്നാണ് സൂഫി വര്യനായ ജലാൽ റൂമി പറഞ്ഞിട്ടുള്ളത്. ശ്രേഷ്ഠത പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിരന്തരം ശ്രമിച്ചാൽ നമുക്ക് ചുറ്റും അത്തരമൊരു ശ്രേഷ്ഠത അനുഭവപ്പെടും. ദിവസവും നന്ദി കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കുക എന്നതാണ് 27ാമത്തെ നിർദ്ദേശം. ഓരോ ദിവസവും കിടക്കുന്നതിന് മുൻപ് അന്നേ ദിവസം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയണം. അതോടൊപ്പം തന്നെ ആ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചതെന്നും എഴുതി സൂക്ഷിക്കുക. ഓരോ സംഗതിയും നമ്പർ ഇട്ട് എഴുതുക. അതിനു മുന്നിൽ നമുക്ക് ആരുടെയൊക്കെ സഹായത്താൽ ലഭിച്ചു അവർക്കൊക്കെ നന്ദി എഴുതുക. ഇങ്ങനെ നന്ദി രേഖപ്പെടുത്തുന്നത് വഴി നമുക്ക് ഓരോ ദിവസവും ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാനും നമ്മളെ ഓരോ ദിവസവും ആരൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനും കഴിയും. ഇത് നമുക്ക് പോസിറ്റീവ് എനർജി നൽകും. അടുത്ത ദിവസത്തെ പ്രവർത്തനത്തിന് ഊർജം ലഭിക്കുകയും ചെയ്യും.